അത് സ്നേഹത്തിൻ്റെയാണ്. അപ്പോൾ അവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആളെ തള്ളിയിടുകയും കൈയിടുകയും രൂപത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് സ്നേഹക്കൂട്ടായ്മയാണ്. ഇപ്പോഴത്തെ ഏതെങ്കിലും തരത്തിൽ ഒരാൾ ഒച്ചത്തിൽ തിരിച്ചു വർത്താനം പറഞ്ഞാൽ അത് അപകടകരമാണ്. പണ്ട് ഒരു നാടകത്തിലെ ഡയലോഗ് ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിയിലെ ചാച്ചപ്പൻ്റെ. യുക്തിവാദി ഐസക് സാറിൻ്റെ മകൻ പാമ്പ് കടിച്ച് മരിച്ചപ്പോൾ അത് ദൈവകോപമാണെന്ന് പറയുന്നു. അതേസമയത്ത് ഒരു വലിയ വിശ്വാസിയുടെ മകൻ ഇടിവെട്ടേറ്റ് മരിച്ചപ്പോൾ അത് വിധിയാണെന്ന് പറയുന്നു. അങ്ങനെ സംഭവം വിധിയാണ്. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സെറ്റ് ആളുകളുണ്ട് മാധ്യമങ്ങളും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ജോസി ചോദിച്ചത് ശരിയാണ്. വലിയ രൂപത്തിൽ സ്റ്റേജിൽ നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ്. അയാളുടെ പെടലേക്ക് പിടിക്കുന്നതും തള്ളുന്നതും വലിയ രൂപത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖം വികൃതമാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ അത് സ്നേഹക്കൂട്ടായ്മയാണെന്നാണ് പിറ്റേ ദിവസത്തെ വിശദീകരണം. ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്കറിയത്തില്ല കേട്ടോ. ഇടതുപക്ഷത്തിന് ഇങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഇടയിലൊരു ഐക്യം ഉണ്ടായിട്ട് വേണ്ടേ നാട്ടുകാരുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാൻ. സ്വന്തം കുടുംബത്തിൽ ഐക്യം ഉണ്ടാക്കാൻ കഴിയാത്തവർക്ക് നാട്ടിലെങ്ങനെ ഐക്യം ഉണ്ടാക്കാൻ കഴിയും? പഴയ ഒരു പഴഞ്ചൊല്ലില്ലേ, അവനവൻ്റെ താടി താങ്ങാൻ മേലാത്തവർ മറ്റവരുടെ അങ്ങാടി എങ്ങനെ താങ്ങും മറ്റുള്ളവരുടെ. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സ്വയം അവർക്കെതിരായി തന്നെ അത് വന്ന് തിരിഞ്ഞുകൊള്ളുന്ന രൂപത്തിലേക്കാണ് ഓരോന്നും വന്നുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ സ്വർണ്ണക്കേസിനെ കുറിച്ച് നിങ്ങളാരും ചോദിക്കാത്തത്. ഇപ്പോൾ SIT വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ബെല്ലാരിയിലുണ്ടല്ലോ. ശബരിമല വീണ്ടും പോയി നോക്കി. ഇപ്പോൾ അടുത്ത ഇതാ FIR വേണ്ടി ഉള്ള മൊഴിയെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഉന്നതമായ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുത്തി വലിയൊരു ടീം കോടതി ഇപ്പോൾ ഫോം ചെയ്തിരിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്തിരിക്കുന്നു വിജിലൻസ്. ആ ടീം അന്വേഷണം ആരംഭിക്കുന്നു. കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കൊടിമരത്തിന് ചെതലുകൾ ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത് വലിയ അത്ഭുതമല്ലേ? ആ അത്ഭുതത്തെക്കുറിച്ച് തന്നെ വാചാലമായി ആരും ചോദിക്കാത്തത്. അതിൻ്റെ അന്വേഷണം വരുന്നു. കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന 30 ദിവസത്തേക്ക് പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസിനോട് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ബാക്കി കേസുകളും കാര്യങ്ങളും വരുന്നു. എന്നാൽ പുറത്ത് വരട്ടെ. അതിന് പിരിച്ച കാശ് ഇവിടെ, അതിന് വാങ്ങിച്ച സ്വർണ്ണം ഇവിടെ, ഇതൊക്കെ കോടതി ചോദിച്ചല്ലോ. അതല്ലേ ഇപ്പം നമ്മൾ ചർച്ചയാവേണ്ട വിഷയം. ആദ്യം ഈ വിഷയം നിയമസഭയിൽ വരുമ്പോൾ ഞാനായിരുന്നു ഇതിന് മറുപടി പറഞ്ഞത്. ഇത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഒരു SIT നിയോഗിച്ചിരിക്കുന്നു. ഞങ്ങളും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം എഴുതി കൊടുത്തു. ഈ സംഭവം ഉണ്ടായപ്പോഴേ ഇത് സമഗ്രമായ അന്വേഷണം വേണം. ഒന്നുകിൽ പോലീസ്, ലോക്കൽ പോലീസ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പോലീസ്, അതല്ലെങ്കിൽ വിജിലൻസ്, ഇതിലെ ഉന്നത ടീം കോടതി മേൽനോട്ടത്തിൽ നടക്കണം എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയവരാണ്. ബഹുമാനപ്പെട്ട കോടതി അക്കാര്യത്തിൽ നല്ല തീരുമാനമാണ് എടുത്തത്. ആ SIT വെച്ചപ്പോൾ ഇവരെല്ലാം ആർക്കും വിശ്വാസമാണെന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷണം മറ്റൊരു രൂപത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുക? ഇതുവരെ ഒരു റിപ്പോർട്ടും ഗവൺമെൻറ്റിന് SIT കൊടുത്തില്ല. മുഴുവൻ കൊടുത്തത് കോടതിയിലാണ്. കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ, വേറെ എവിടെയും കൊടുക്കാൻ പാടില്ല. അതും അടച്ചിട്ട കോടതിയിലാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള വാദങ്ങളും അതുപോലെ റിപ്പോർട്ട് സമർപ്പണം എല്ലാം നടക്കുന്നത്. അങ്ങനെ നടന്ന് ഈ കേസിൻ്റെ മറ്റു രൂപത്തിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതുവരെ ഉത്തരം പറഞ്ഞല്ലോ. ആ ചോദ്യം ഇതായിരുന്നു: ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി Z കാറ്റഗറിയിൽ സുരക്ഷാ സംവിധാനമുള്ള ലീഡറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ഇവിടെ വന്ന് പരാതി പറഞ്ഞു. വേറെ മുഖ്യമന്ത്രിമാർക്ക് ഇത് കിട്ടാതെ വന്നവർ BJP പോയി. ആ വീട്ടിൽ ഒന്നിലധികം പ്രാവശ്യം ഈ സ്വർണം കെട്ട പോറ്റി, സ്വർണം വാങ്ങിയ ഗോവർദ്ധനും, അതുപോലെ തന്നെ മദ്രാസിലെ ഇത് ഒരുക്കുന്നവനും എല്ലാം ചേർന്ന് പോവുകയും ആ കൂട്ടത്തിൽ അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും രണ്ടുപേരും MP-മാരാണ്. ഇവരും ചേർന്നുള്ള ചിത്രം പലതും നമ്മൾ കണ്ടു. ഇതെങ്ങനെ അവിടെ ചെന്നു, ആരാണ് അവിടെ കൊണ്ടുപോയത്? ഒരു ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാവും അതിന് വ്യക്തമായ ഒരു ഉത്തരം തന്നിട്ടില്ല. കേരളീയ സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്നതും അവർ ബോധ്യപ്പെടുത്താൻ ബാധ്യതപ്പെട്ടതുമാണ് കൃത്യമായി. അതുകൊണ്ട് അതെല്ലാം പുറത്തു വരട്ടെ. SIT അന്വേഷണം ബഹുമാനപ്പെട്ട കോടതി തൃപ്തികരമാണെന്ന് സൂചിപ്പിച്ചു. ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അത് തന്നെയാണ്, തൃപ്തികരമാണ്. ഒപ്പം ഇപ്പോൾ എടുത്ത തീരുമാനം കൊടിമരത്തെക്കുറിച്ചുള്ള അന്വേഷണവും അത് എല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നമുക്കെല്ലാം അറിയാൻ അവകാശപ്പെട്ടതും
വെളിയിൽ വരേണ്ടതുമായ വിഷയങ്ങളുണ്ട്. അത് വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഈ രംഗത്ത് യഥാർത്ഥത്തിൽ സമഗ്രമായ അന്വേഷണം ആദ്യം മുതൽ ആഗ്രഹിച്ച തരത്തിൽ നിന്നവരാണ് ഗവൺമെൻറ്. അത് മുന്നോട്ട് പോകും. കുറ്റവാളികൾ എക്സ് ഓർ വൈ ആരായിരുന്നാലും അവരെല്ലാം പിടിക്കപ്പെടണം, ഒരു സംശയവും വേണ്ട എന്ന രൂപത്തിലേക്ക് എത്തും. ഇല്ല, അവിടെ നടത്തിയ ഞാൻ കിട്ടില്ല, എനിക്കറിയില്ല. ഞാനവിടെ ഉള്ളപ്പോൾ ഈ യേശുദാസിൻ്റെ മകൻ പേര് അദ്ദേഹവും വേറെ ഒരാൾ ഒരു പാട്ടുകാരനോട് ഞങ്ങളുള്ളപ്പോഴും അവരെയാണ് കണ്ടുള്ളൂ. നേരത്തെ നടന്നിരുന്നോന്ന് എനിക്കറിയില്ല. ചെല്ലുന്നതിന് മുമ്പേ ഞാൻ ഇച്ചിരി താമസിച്ചാണ്. രാവിലെ ഞങ്ങൾ CM ഒക്കെ വരേണ്ടതുണ്ടായിരുന്നുകൊണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സുമായി നിൽക്കുകയായിരുന്നു. അതിന് മുമ്പ് ആദ്യം ഒരു ഭജന നടന്നത് ആരുടെയാണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഒരു ഭജന നടന്നു എന്നുള്ളത് ശരിയാണ്. അതാരായിരുന്നു എന്നോടൊന്ന് ചോദിച്ചാൽ ഈ പണമൊന്നും കൊടുക്കുന്ന ഞാനല്ല, ഏർപ്പാട് ചെയ്ത് ഞാനല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല. അവരായിരുന്നോ എന്നുള്ളത് അന്വേഷിക്കാം. അവർക്ക് ആയിരുന്നു. ഏതായാലും അവിടെ ഒരു ഭജന നടന്നിരുന്നു ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്, ഈ ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്നത്. അല്ല, പുള്ളിക്കും കൊടുത്ത് കാണും. അവരുടെ ഓർക്കസ്ട്ര ഒക്കെ എല്ലാം ഉണ്ടോ മറ്റേ സ്ഥലത്ത് വരുന്നത്? അങ്ങനെ സൗകര്യമായിട്ടൊന്നും പുള്ളി ചെയ്യാൻ പറ്റില്ല. മറ്റേ ഈ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ട്, അവർക്കെല്ലാം പൈസ കൊടുത്ത് കാണുന്നതിന്. അതൊക്കെ ഇത് പൈസ നമ്മൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു കലാപരിപാടി ഏർപ്പാട് ചെയ്യാനോ അത് പണം കൊടുക്കാനോ ഒന്നും നമുക്ക് ബാധ്യതയില്ലാത്തതുകൊണ്ട് ഇത് അന്വേഷിച്ചില്ല. ഒരു ഭജന നടന്നിരുന്നു, അതാരാണ് കൂട്ടുന്നത് എനിക്കറിയില്ല. അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു.